ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഡിസംബർ ജനുവരി മാസത്തിലുണ്ടാവുന്ന തൊണ്ടവേദന, ചുമ, ജലദോഷം, തൊണ്ടയിലുണ്ടാകുന്ന കഫക്കെട്ട് അങ്ങനെയുള്ളതിനൊക്കെ ഒരു ഉത്തമ പരിഹാരമായിട്ടുള്ളൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഡ്രിങ്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കുള്ള ഒരു പ്രശ്നമാണ്, ഡിസംബർ മാസത്തിൽ നമുക്ക് മഞ്ഞ് സമയമാണല്ലേ. അപ്പോൾ എല്ലാവർക്കും തൊണ്ടകൾക്കൊക്കെ ഒരു അടപ്പ്, അതേപോലെ തന്നെ വിട്ടുമാറാത്ത ചുമ, ഒരു വരൾച്ച അങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. ചെറിയ ഉള്ളിലുള്ള പനികൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഡ്രിങ്ക് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കുടിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നെയോ 10 മിനിറ്റ് മുന്നെയോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമുക്ക് ഇതേപോലെ കുടിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് നമ്മുടെ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി ശരീരം നല്ല ഫ്രീ ആയിട്ട് എനർജി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ചുക്ക് ഒന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു 6-7 ചുവന്നുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു സ്പൂണ് കുരുമുളക്, നാടൻ കുരുമുളക് കിട്ടണമെങ്കിൽ അങ്ങനെ എടുക്കുക, അതല്ല നിങ്ങളുടെ കയ്യിൽ പൊടിയാണെങ്കിൽ അങ്ങനെ എടുക്കുക. ചെറിയ കഷ്ണം വെല്ലം. ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തല്ലിയിൽ വെച്ചിട്ടൊന്ന് ചതുക്കി എടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ ആ ഒരു ചുവന്നുള്ളി, ഇഞ്ചി ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് ചതുക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ അങ്ങ് ചതക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എന്താ ആ ചെറിയ കഷ്ണം വെല്ലം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ചുക്ക് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇടിക്കലിൽ തന്നെ ഒന്ന് ചതക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചുക്കും കൂടെ ഒന്ന് ചതക്കിയെടുക്കട്ടെ. ഇനി ഞാനിതിലേക്ക് ഇതാ നമ്മുടെ ആ ഒരു കുരുമുളകും കൂടുതലേക്ക് അങ്ങിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചുക്കും കുരുമുളകും കൂടെ ചതക്കിയത് ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കുക. കുരുമുളകിൻ്റെ പൊടിയാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നല്ല പോലെ തിളച്ചതിന് ശേഷം ചേർത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ഇതാ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് വെള്ളം നമ്മൾ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു 1/2 കപ്പ് വെള്ളമാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ ഇത് നമുക്കിനി ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് വെട്ടി തിളച്ച് വറ്റി വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കണ്ടില്ലേ, വെള്ളം നല്ല പോലെ തിളച്ച് നമ്മുടെ ആ ഉള്ളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മളിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമഞ്ഞളുണ്ടെങ്കിൽ അത് ചെറുതായി ഒന്ന് ചതക്കി ഇട്ട് കൊടുത്താലും മതി. ഈ ഒരു രീതിക്ക് നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഗുണമാണ് കേട്ടോ. നമുക്ക്
പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഒറ്റമൂലി എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ പിള്ളേർക്കൊക്കെ ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. കുടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെറിയ ചൂടിൽ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ രാവിലെ തന്നെ ഒരു അര ഗ്ലാസ് ഇത് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അവരങ്ങ് കുടിച്ചോളും. അത്രയും റിസൾട്ടാണ് ഈ ഒരു ഐറ്റം. ഇത്രയും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചെടുത്ത ആ ഒരു വെള്ളം നല്ല പോലെ വറ്റി കണ്ടില്ലേ, ഒരു അര ഗ്ലാസ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊന്ന് അരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിതേപോലെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾക്ക് മാറ്റി കൊടുക്കാം. നല്ലപോലെ ഒന്ന് സ്പൂൺ വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ അതിൻ്റെ ആ ഒരു നീരങ്ങ് ഇറങ്ങി വന്നോളും. അപ്പോൾ ഇതാ നമ്മുടെ ഡിസംബർ ജനുവരി മാസത്തിലുണ്ടാകുന്ന തൊണ്ടവേദന, മൂക്കടപ്പ്, വിട്ടുമാറാത്ത ചുമ, അതേപോലെ തന്നെ തൊണ്ട വരൾച്ച എങ്ങനെയൊക്കെയുള്ളതിന് ഒരു ഒറ്റമൂലിയായിട്ടുള്ള ഒരു അടിപൊളി എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ റെഡിയാക്കി നല്ല പോലെ തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. കുടിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നെയോ അല്ലെങ്കിൽ 10 മിനിറ്റ് മുന്നെയോ നമ്മളിതൊന്നെടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കിത് കുടിക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ക്ലാസ്സിന് പോകുന്ന സമയത്ത് അവർക്ക് ഇത് അര ഗ്ലാസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരിലുണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, അതേപോലെ ഉള്ളിലുണ്ടാകുന്ന പനി, ചുമ, ജലദോഷം അങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഡ്രിങ്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി ആൻറ്റിബയോട്ടിക്കും അതേപോലെ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിക്കുന്നതിന് പകരം നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതിന് പരിഹാരങ്ങൾ കണ്ടെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.